വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, സ്കൂളിലെ വളരെ സന്തോഷഭരിതമായ സാഹചര്യമാണ്. മാത്രമല്ല സുരക്ഷയൊക്കെ എങ്ങനെയാണ്? അവിടെ മഴ മാറി നിൽക്കുന്നു, അന്തരീക്ഷവും നല്ലതാണ്. അപ്പോൾ പൊതുവെയുള്ള സ്കൂളിലെ കാലാവസ്ഥ മെച്ചപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരം വിശ്വസിക്കുന്നു. കുട്ടികളുടെ ചെറിയ ചെറിയ കലാപ്രകടനങ്ങളും ഒക്കെ ഇന്നത്തെ പരിപാടിയുടെ ഭാഗം തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ കൂടി ഈ അധ്യയന വർഷം വരുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓൾ പാസ് എന്ന് പറയുന്നൊരു പരിപാടി നിർത്തലാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചെന്നു. വിഷ്ണു, കുട്ടികൾക്കെല്ലാം ഇന്ന് വളരെ അവർ ആർമാദിക്കാൻ തോന്നുന്നല്ലേ? വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ ഇന്ന് മാത്രമല്ല, കരച്ചിലുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില കുട്ടികളല്ലാതെ മിക്കവാറും കുരുന്നുകളെല്ലാം വളരെ ആഹ്ലാദഭരിതരായിട്ടുണ്ട്. ഒരുവൻ വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ കുറച്ച് നേരമായിട്ട് കരച്ചിലിൻ്റെ പക്കത്ത് നമ്മൾ കണ്ടതാണ്. അവന് നില അറിഞ്ഞ് കരയുകയാണ്. മന്ത്രി പി പ്രസാദ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവരൊക്കെ തന്നെ വേദിയിലുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വേദിയിൽ കണ്ടു. വിഷ്ണു സുരേഷ് ചേരുന്നു. പറയൂ വിഷ്ണു. വിദ്യാർത്ഥികളെല്ലാം വലിയ സന്തോഷത്തിലാണ്, അവർ ആഹ്ലാദിക്കുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒന്ന് സംസാരിച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് പഠനോപകരണങ്ങൾ, ബാഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് കൈമാറി. അധികം ആളുകളൊന്നും കരയാൻ തയ്യാറല്ല. എല്ലാവരും പുതിയ കൂട്ടുകാരെയൊക്കെ സംസാരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പേരെന്താ? പുതിയ ബാഗ് കിട്ടിയല്ലോ, സന്തോഷമായോ? പേരെന്താ? സ്കൂളിൽ വരാൻ മടിയുണ്ടോ? വീട്ടിൽ നിന്ന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ABCD ഒക്കെ പഠിച്ചോ വീട്ടിൽ? ഒന്ന് പറഞ്ഞു ABC. വിദ്യാർത്ഥികൾ ഈ 1ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് തന്നെ, അല്ലെങ്കിൽ UKG LKG വരുന്ന വിദ്യാർത്ഥികൾ വീട്ടിലിരുന്ന് തന്നെ ഇത്തരം പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ വെൽ എക്യുപ്ഡ് ആണ് അവർ. സ്കൂളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ആശങ്കകളൊന്നുമില്ല, വീട്ടിൽ നിന്ന് മാറിക്കുന്നതിൻ്റെ ആശങ്കകളൊന്നുമില്ല. പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അതോ ഇന്ന് പ്രത്യേകിച്ച് മൊത്തത്തിൽ കളർഫുള്ളാണ് ഈ കലവൂർ സ്കൂള്. അത് വർണ്ണാഭമായ ഒരുക്കങ്ങളാണ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അധ്യാപകർ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ അധ്യാപകരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിക്കുകയാണ്. അധികം ആളുകൾ ഒക്കെ കരയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൂടിയാണ്. ടീച്ചറെ, കരച്ചിലൊക്കെ കുറവാന്ന് തോന്നുന്നില്ലേ? കുറവാണ്, മുമ്പത്തെ അപേക്ഷിച്ച് കരച്ചിലൊക്കെ കുറവാണ്. ഭയങ്കര ഒരാൾ പറയുന്നത് ഡോർ തന്നെ വേണമെന്ന്, അപ്പൊ കൊടുത്തപ്പോ പ്രശ്നം തീർന്നു. ഒരാൾ മാത്രമാണ് കരയുന്നല്ലേ? അതെ, 1-2 പേരെ കരഞ്ഞോളൂ. കളർഫുൾ ആയതുകൊണ്ട് പിള്ളേർക്ക് കുറച്ചും കൂടി സന്തോഷം, എല്ലാം കൂടി കണ്ടിട്ട് ആകെ സന്തോഷം എല്ലാവർക്കും. അതാണ് എസ്കേൽ. എല്ലാവരും ഈ കളർഫുൾ മൂഡിലാണ് മൊത്തത്തിലുള്ളത്. ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് സങ്കടങ്ങളൊന്നുമില്ല. ഈ അച്ഛനും അമ്മയൊക്കെ കൊണ്ടുവന്നാക്കി അവർ പോകുന്നത് അല്ലെങ്കിൽ നോക്കി നിൽക്കുന്ന കാഴ്ചയൊക്കെ മുൻപുള്ള കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അവർ ഈ ആദ്യം വരുന്ന ക്ലാസ് റൂമിലേക്ക് കയറിയിരിക്കുന്നു, തൊട്ടടുത്തുള്ള ആളുകളായി സംസാരിച്ചു തുടങ്ങുന്നു, പിന്നെ ആ ക്ലാസ്സിൽ മുഴുവൻ സുഹൃത്തുക്കളാകുന്നു. വലിയ സന്തോഷം, ചിരിച്ച് കളിച്ച് പാട്ടുപാടിയൊക്കെയാണ് അവരവിടെ ആദ്യം ക്ലാസ് റൂമിൽ ഇരുന്നത്. അങ്ങോട്ടേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തിയാണ് അവരെ ആനയിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഇരിപ്പിടത്തിലേക്ക് എത്തിച്ചത്. ഇവിടെയും വലിയ സന്തോഷത്തിലാണ്. 1-2 പേര്, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച ഒരു 2 പേര് മാത്രമാണ് കരച്ചിലിൻ്റെ ഒരു വക്കോളം എത്തിയത്. അവരും ഇപ്പോൾ ഏറെക്കുറെ ഈ ബാഗൊക്കെ കിട്ടിയപ്പോൾ അവരും വലിയ സന്തോഷത്തിലായിട്ടുണ്ട്. മൊത്തത്തിൽ ഇവിടെ ആകെ മൊത്തം സന്തോഷത്തിൻ്റെ ഒരു വൈബാണുള്ളത്. ഈ ഔദ്യോഗിക ഉദ്ഘാടന പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ PP ചിത്തരഞ്ജൻ MLA സ്വാഗതം പറയുകയാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും സംസാരിക്കും. ഒരുപക്ഷെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പൊതുവായിട്ടുള്ള മാറ്റം, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റമടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശമായി ഉണ്ടാകും. ഒപ്പം അധ്യയനവുമായി ബന്ധപ്പെട്ട്, പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളിലും പരാമർശങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ മാറ്റങ്ങളൊക്കെ മികച്ചത് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ അക്കാഡമിക്കുകൾ മാത്രം ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറത്തേക്ക് സാമൂഹ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകണം. അത് വിദ്യാർത്ഥികൾക്ക് ചെറുപ്പം മുതൽ തന്നെ പറഞ്ഞു കൊടുക്കണം എന്നൊരു തീരുമാനം, അത് അഭിനന്ദനാർഹമാണ്. അതിൽ പ്രത്യേകിച്ച് സൈബർ വിഷയങ്ങൾ പോലുള്ള ലഹരിക്കെതിരെ ഒരുപക്ഷെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. നമ്മൾ തന്നെ നിരവധി കേസുകൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ കാരിയർമാരാക്കിയുള്ള കേസുകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരം കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് തുടക്കം തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമമുണ്ട്. ഒപ്പം
കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുള്ളത് സ്കൂളുകളിൽ പരാതിപ്പെട്ടികൾ കേരള പോലീസിൻ്റെതായ പരാതിപ്പെട്ടികൾ സ്ഥാപിക്കുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരാതി രൂപേണ ആ പെട്ടിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. അത് ആഴ്ചയിൽ ഒരു ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധിക്കും. അതിൽ പരാതി നൽകുന്ന വിദ്യാർത്ഥിയുടെ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊന്നും പുറത്തു വരില്ല. ആ കാര്യം എന്താണെന്ന് പഠിച്ച ശേഷം അത് സ്കൂളിൽ വെച്ച് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ പരിഹരിക്കും. അതല്ല നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതാണെങ്കിൽ പോലീസ് അങ്ങനെ സ്വീകരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ സ്കൂളിനെ പൂർണ്ണമായും ഇത്തരം വിപത്തുകളിൽ നിന്നൊക്കെ ഒഴിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പോലീസിൻ്റെയൊക്കെ ഭാഗത്തുണ്ടാകുന്നത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മറ്റൊന്ന് സൈബർ പൊതുബോധം അല്ലെങ്കിൽ സൈബർ അവബോധമൊക്കെ വിദ്യാർത്ഥികൾക്ക് നൽകുക.